ഹായ് സ്റ്റുഡൻസ്, വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും സ്വപ്നം കണ്ട് ബ്രില്യൻറ്റിനൊപ്പം ചേർന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു പകുതി സമയം ആയിരിക്കുന്നു. 6 മാസം ദേ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു 6 മാസം കഴിയുമ്പോഴാണ് നമ്മൾ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. ഈ സമയത്ത് ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും ഞാൻ പഠിക്കുന്നത് കറക്റ്റ് വേയിലാണോ, ഇങ്ങനെ പഠിച്ചാൽ മതിയോ, എന്തൊക്കെ ഇംപ്രൂവൈസേഷനാണ് വേണ്ടത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പല കുഞ്ഞുങ്ങളുടെയും മനസ്സിലൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ബയോളജി എങ്ങനെ പഠിക്കാം, ബയോളജി പഠിക്കുന്ന വേ നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ബയോളജി പഠിക്കുമ്പോൾ, ഇപ്പോൾ സുവോളജി ഞാൻ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ക്ലാസ്സിലിരുന്ന് ആ പാഠങ്ങൾ കേട്ട് പഠിച്ച് MBBS എന്ന സ്വപ്നം കൈയെത്തിപ്പിടിച്ച് അതിനുശേഷം ഒരു പാഷന് വേണ്ടിയിട്ട് ഡോക്ടറായിരിക്കുന്ന അതേ നിമിഷം അധ്യാപകനുമായി എൻ്റെ കൊളീക്കായി എന്നോടൊപ്പം ദേ വന്നിരിക്കുന്ന എൻ്റെ ശിഷ്യനാണോ കൊളീക്കാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പറയാൻ. എന്നാലും ഇപ്പോൾ നമ്മുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജിതിൻ ഫിലിപ്പ് ZJPയും ഞാൻ പറയണ്ടല്ലോ, എൻ്റെ പേര് മായാറാണി ഇസഡമ്മ. ഞങ്ങൾ രണ്ടുപേരുമാണ് ദേ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. എനിക്ക് തോന്നുന്നു സുവോളജി ഒക്കെ എങ്ങനെ പഠിക്കണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് NCERTക്ക് തന്നെയാണ് വെയിറ്റേജ് കൊടുക്കുക. നമുക്കിപ്പോൾ ഇനി എക്സാമിന് വളരെ കുറച്ച് കാലമേ ഉള്ളൂ, ഏകദേശം ഒരു 6 മാസത്തോളം ഇനി നമ്മുടെ മുന്നിലുള്ളൂ, നമ്മൾ അടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ യൂഷ്വലി ഒരു ജനുവരി അവസാനം വരെ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം വരെയും നമ്മൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് യൂഷ്വലി അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഞാനൊക്കെ പഠിച്ചതും എൻ്റെ ഒരു മെത്തേഡൊക്കെ അങ്ങനെ ആയിരുന്നു. കൺസെപ്റ്റ് ഓറിയൻറ്റഡ്, അതായത് കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കുക, അതിൽ നിന്ന് ഒരു ഡൗട്ട് പിന്നെ റേസ് ചെയ്യാൻ ഇടയുണ്ടാവരുത്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന നോട്ടുകൾ അതേപോലെ വായിക്കുക, പഠിക്കുക. ബയോളജിയുടെ കാര്യമല്ല, എല്ലാത്തിൻ്റെയും കാര്യം ഏകദേശം സെയിം ആണ്. എന്നിരുന്നാലും എൻ്റെ സബ്ജക്റ്റ് സുവോളജി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ബേസ് ചെയ്ത് പറയാം. അപ്പോൾ ഏറ്റവും നല്ലോണം ഇവിടെ തരുന്ന ഏത് സാറായാലും അവർ തരുന്ന നോട്ട്സ് കൃത്യമായി വായിച്ച് അതൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരണം. തൊട്ടടുത്തുള്ളതെന്ന് പറയുന്നത് NCERT ആണ്. NCERT എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നീറ്റിൻ്റെ ബൈബിളാണ് NCERT. NCERTയെ ബേസ് ചെയ്താണ് നീറ്റ് എക്സാം നടക്കുന്നത് തന്നെയെന്ന് നമ്മൾ പറയും. അപ്പോൾ NCERT വായിക്കുക. തുടർന്ന് നമ്മുടെ മെറ്റീരിയലിലോ വർക്ക് ബുക്കിലോ ഉള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കാട് കയറിയൊന്നും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് കാട് കയറിയൊന്നും പോകണ്ട. മെറ്റീരിയലും വർക്ക് ബുക്കും മാത്രം നമ്മൾ ചെയ്ത് അതൊന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി ആ ഒരു ഡൗട്ടുകളൊക്കെ ഒന്ന് മാറ്റി കൺസെപ്റ്റ് ഒക്കെ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരണം. അതായത് ഈ ഒരു സമയം എൻ്റെ കൺസെപ്റ്റ് ഓക്കെ ആണ്, എനിക്ക് തരക്കേടില്ലാത്ത രീതിയിൽ ഈ ചാപ്റ്റർ അറിയാം എന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ആ ഒരു പാഠത്തിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എപ്പോഴും കോൺസെപ്റ്റ്സ് പഠിക്കണം, കോണ്ടന്റ് പഠിക്കണം എന്ന് പറയുമ്പോഴും പല കുട്ടികളും ഇങ്ങനെ ചോദിച്ചു വരാറുണ്ട്, ഞാൻ ഏത് പുസ്തകം പഠിക്കണം, എന്തെടുത്ത് പഠിക്കണം, എത്ര പുസ്തകങ്ങൾ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് അത് റിപ്പീറ്റ് ചെയ്യാനുള്ളത്. ഈ സമയത്ത് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ എത്ര ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് ബുക്ക്, അതൊന്നും തന്നെ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് NCERT എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ആ NCERTയിലുള്ള ഓരോ വാക്യത്തെയും ഓരോ വേർഡിനെയും നിങ്ങൾ എത്രത്തോളം കൃത്യമായിട്ടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഈ മാർക്ക് വേരിയേഷന്റെ കാര്യം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെക്കാളും ഒരു മാർക്ക് കൂടുതൽ വാങ്ങുന്ന കുട്ടി, അല്ലെങ്കിൽ നിങ്ങളെക്കാളും, നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടല്ലോ കുറച്ച് പേര് നിങ്ങളെക്കാളും മുകളിലുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയും ഈ പറയുന്ന പല ബുക്കുകൾ റെഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ടോ വരുന്നവരല്ല. മറിച്ച് അവരൊരു സെന്റൻസ് വായിക്കുമ്പോൾ അവരത് കൃത്യമായിട്ട് അതിന്റെ കോണ്ടന്റ്, ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ബയോളജിയൊക്കെ നമുക്ക് നന്നായിട്ട് പാസീവ് റീഡിങ് പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു വേർഡിന്റെ ആദ്യത്തെ വാക്കും അല്ലെങ്കിൽ അവസാനത്തെ വാക്കും അറിയാമെങ്കിൽ ഇൻ ബിറ്റ്വീൻ സ്പെല്ലിംഗ് തെറ്റിയാൽ പോലും നമ്മൾ വായിച്ചു പോകും. അതേ ഒരു ടെൻഡൻസി ബയോളജി വായിക്കുമ്പോൾ ഉണ്ട്. അപ്പൊ ഈ പാസീവ് റീഡിങ് എന്ന് പറയുന്നത് നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഇതെന്താണ് ഞാൻ വായിച്ചത്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് നിന്ന് എന്താണ് വായിച്ചത്, ഈ കോർ കണ്ടന്റ് എന്താണ്, അത് നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് മറന്നു പോകുന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ വീണ്ടും ഒന്ന് എഴുതി വെക്കുകയോ ചെറിയ ഷോർട്ട് നോട്ട്സ് ആക്കി അത് വീണ്ടും അതുപോലെ ടെക്സ്റ്റ് പോലെ എഴുതാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ ലിറ്ററലി നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊരു കോൺസെപ്റ്റാണ് കിട്ടിയത്, എന്താണ് നിങ്ങളുടെ
കോണ്ടന്റ് അത് നിങ്ങളൊന്ന് എഴുതി വെക്കുകയോ ഒന്ന് മനസ്സിൽ തന്നെ ഒന്ന് റീവൈൻഡ് ചെയ്യുകയോ ചെയ്തിട്ട് അടുത്തതിലേക്ക്, അതായത് നിങ്ങൾ ഒരു പാഠം വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാർട്ട് വായിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സോളജി സൈഡിൽ നിന്ന് പറയാം, നമ്മളിപ്പോൾ റീപ്രൊഡക്ഷനിലെ മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള ഇവൻറ്റ്സ്, പ്രോസസ്സ് എല്ലാം നിങ്ങൾ വായിച്ചു പോവുകയാണ്. ചിലപ്പോൾ അതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നിരുന്നാലും ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലായെന്ന് ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കാം. ആ ചിന്തയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇവന്റിന്റെ ഒരു സൈക്ലിക്കൽ ഓർഡർ ഇങ്ങനെ മനസ്സിൽ വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ മാർക്ക് ചെയ്യുക. അതാണ് മാഡം പറഞ്ഞത് പാസീവ് റീഡിംഗ് എന്ന്. നിങ്ങൾക്ക് ആ വായിച്ച എവിടോ നിങ്ങൾക്കൊരു കണക്ഷൻ വിട്ടു പോകുന്നെന്ന് തോന്നിയാൽ അത് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ വായിക്കുക. ചെറുതായിട്ട് ഷോർട്ട് നോട്ട്സ്, വളരെ ഇലാബറേറ്റ് ആയിട്ടൊന്നും എഴുതരുത്. ചിലപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചാൽ 1, 2, 3 സെന്റൻസുകൾ നിൽക്കണം. സോ അതിൽ കൂടുതൽ പോരുത്. അങ്ങനെ ഒരു ഷോർട്ട് നോട്ടാക്കി ഇന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്, ഇന്ന പേരുകളാണ് ഇതിൽ വന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ടാക്കി വച്ചേക്കുക. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു പഠിച്ചത്. ഞാനിവിടെ പഠിക്കുമ്പോൾ 2017 ആ സമയത്ത് ഞാനിവിടെ പഠിക്കുമ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെയായിരുന്നു. ഇവരുടെയൊക്കെ അഡ്വൈസ് സ്വീകരിച്ച് സെയിം മെത്തേഡിൽ തന്നെയായിരുന്നു NCERT വായിക്കുമായിരുന്നു. മനസ്സിലാവാത്ത വാക്കുകൾ, ഓഫ് കോഴ്സ് നമുക്ക് ചില വാക്കുകളുടെ അർത്ഥം മനസ്സിലാവത്തില്ല, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുമായിരുന്നു. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ എഴുതി വെക്കുമായിരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാതെ വരും, അത് ഡൗട്ട് ചോദിച്ചാൽ വീണ്ടും ഞാൻ ഒന്നുകൂടെ വായിക്കും. അത് ആ ഒരു ഐഡിയ, കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വെച്ചാൽ ഞാനത് അത്രയ്ക്ക് വെക്കും. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ഞാനത് വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഒരു സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ ഒരു ഡോട്ടോ ഇട്ട് വെക്കും. വീണ്ടും ഞാൻ ഫർദർ റീഡിങ് വീണ്ടും തിരിച്ചു വരുമ്പോൾ ആ പോയിന്റ് മാത്രം ഞാൻ ഒന്നുകൂടെ നോക്കും. ഇതായിരുന്നു എൻ്റെ ഒരു മെത്തേഡ്. ആ ഒരു മെത്തേഡ് വളരെ കൃത്യമായി ഫലിച്ചു എന്നുള്ളതാണ്. ഞാൻ ഏകദേശം ഒരു ജനുവരി പകുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്വസ്റ്റ്യൻസ് അധികമായി, അതായത് കൺസെപ്റ്റ് കണ്ടു ക്ലിയർ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് അധികമായി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു സമയം വളരെ എഫക്റ്റീവ് ആയിരുന്നു. കാരണം നമ്മൾ പഠിച്ച നമുക്ക് അറിയാവുന്ന കൺസെപ്റ്റുകൾ തന്നെയായതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉള്ള രീതി പോലെ മാറി. എനിക്ക് ഒരു 30 സെക്കൻഡ് വേണ്ട, ഒരു 20 സെക്കൻഡോളം മതിയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഉത്തരം ഇതാന്ന് കണ്ടുപിടിക്കാൻ. സോ അതായിരുന്നു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുമ്പോൾ നമുക്ക് അതാണ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബയോളജി എത്ര ഈസി ആയാലും എത്ര ഡിഫിക്കൽട്ട് ആയാലും കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡിജിറ്റ്സും കുറച്ച് മാത്തമാറ്റിക്കൽ സ്കില്ലും ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടി വരാം. പക്ഷെ ബയോളജിയുടെ കാര്യത്തിൽ നമുക്കൊരു കാര്യം അറിയാം. ഇപ്പോൾ ഹാർട്ട് എങ്ങനെയാണ് പമ്പ് ചെയ്യുന്നത്, ആ ഒരു ഫിസിയോളജി നമുക്ക് അറിയാമെങ്കിൽ, അത് കൃത്യമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ, ആ ഫിസിയോളജി ബേസ് ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഏത് സ്റ്റേറ്റ്മെന്റുകൾ വന്നാലും എങ്ങനെ അസേർട്ട് ചെയ്താലും നിങ്ങൾക്കത് ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വന്നാൽ പോലും ആ ഒരു ബോധം, ആ ഒരു കൺസെപ്റ്റ്, ഇത് ഇങ്ങനെയാണ് ആദ്യത്തെ പ്രോസസ്സ് ജോയിന്റ് ഡയസ്റ്റോള്, തൊട്ടടുത്ത ഏട്രിയൽ സിസ്റ്റോള്, തൊട്ടടുത്ത വെൻട്രിക്കുലർ സിസ്റ്റോള്, അതിങ്ങനെ തന്നെ പോകൂ എന്ന ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കറക്കി തിരിച്ച് എങ്ങനെയൊക്കെ ചോദിച്ചാലും ഇവനെ ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ, ഇവനെ എനിക്ക് അറിയാലോ, ഇത് ഞാൻ വായിച്ചതാണല്ലോ എന്നുള്ള ആ ഒരു ബോധം, ആ ഒരു മൈൻഡിൽ ആ ഒരു മൈൻഡ് വോയിസ് വരുന്ന നിമിഷം നിങ്ങൾ മനസ്സിലാക്കുക യു ആർ ഓൺ ദ ട്രാക്ക്. ഈ പറഞ്ഞ പോലെ ആ മൈൻഡ് വോയിസ് എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് ചില കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ഇവർ വായിക്കുമ്പോൾ ഇവരുടെ വിചാരം ഇത്രയും സിമ്പിൾ ആണോ, എനിക്കിത് അറിയാമോ, ഇതിൽ കൂടുതൽ ഞാൻ എന്തോ പഠിക്കണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ ECGയുടെ പോർഷൻ ഒക്കെ വരുമ്പോൾ പല കുട്ടികളും വരാറില്ലേ, ഒത്തിരി കുട്ടികൾ ഒരുപാട് ഇൻഡെപ്തില് എന്തൊക്കെയോ. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, ഇതൊക്കെ നിങ്ങൾ MBBS കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ PGയുടെ ലെവലിലൊക്കെ പോകുമ്പോൾ പഠിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിനെ വിശ്വസിച്ച് അതിനകത്ത് പറയുന്ന കണ്ടന്റുകളിൽ അതിന്റെ വാക്കുകളിൽ ഓരോന്നിലും എത്രത്തോളം ക്ലാരിറ്റി വരുത്താൻ പറ്റുമോ അത്രത്തോളം ക്ലാരിറ്റി വരുത്തിട്ടാണ് ബയോളജി പഠിക്കേണ്ടത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം പല കുട്ടികളും പറഞ്ഞു കേൾക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഡിഫിക്കൽട്ട് ആണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ, പക്ഷെ ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വോളട്ടൈൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ബയോളജി എന്ന് പറയുന്നത്. വായിച്ചാലും നമുക്ക്, കാരണം ഒരുപാട് കടൽ പോലെ വായിക്കാനുണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പൊ അത് വായിക്കുന്നതിനനുസരിച്ച് അത് ഇവാപറേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ മെഡിക്കലി കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ യൂഷ്വലി ഒരു സാധനം വായിച്ചാൽ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ 1 or 2 ദിവസമായിരിക്കും. നിങ്ങൾ കൃത്യം 5ാമത്തെ ദിവസം ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക. ഇനി ഈ ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി ആവുന്നതിനുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 21 days to 28 days. അതായത് ഒരു മന്ത് എൻഡിൽ നിങ്ങൾ പഠിച്ച സാധനം വെറുതെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കാണ്, നിങ്ങൾ റീഡ് ചെയ്ത് വെച്ചേക്കാണ്, അതിലൊരു സംശയമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മടച്ചു നോക്കിയാൽ, അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കൂടി അത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് എടുത്ത് ലോങ് ടേം മെമ്മറിയിലോട്ട് സേവ് ആയിക്കോളും. അതിലൊരു ഡൗട്ടും വേണ്ട. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്ത് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിരിച്ചെഴുതി വെക്കാതെ. ഏറ്റവും ചെറുതായിട്ട് നിങ്ങൾ ഒരു കോണ്ടന്റ് എന്താ പഠിച്ചതെന്ന് നിങ്ങൾ തുടങ്ങിയപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്, ഒന്ന് എഴുതി. അതാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിന്റെ മെയിൻ റീസൺ. ഈ ഒരു റിവൈൻഡിങ് ആണ്. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ ഇരിക്കുന്ന സാധനത്തെ ഒന്ന് ലോങ് ടേം മെമ്മറിയിലോട്ട് ആക്കണം.
കാരണം ഓരോ പ്രാവശ്യവും നമുക്ക് വീണ്ടും NCERT ഈ 15 പേജ് അല്ലെങ്കിൽ 20 പേജ് ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ വായിക്കാൻ നമുക്ക് ഡീലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേജുകളൊന്നും മറിച്ച് നോക്കാനോ, പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ കോഡേറ്റ നോൺ കോഡേറ്റ അതൊക്കെ വരുമ്പോൾ ഇവർക്ക് പേരുകൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, ഒരുപാട് എക്സാമ്പിൾസ് ഡിഫിക്കൽട്ട് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കുകയോ, നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ആ ചാർട്ട് ഒന്ന് പതിപ്പിച്ച് വെക്കുകയോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവരോട്, നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് വരുന്നു, ഓർത്ത് വെക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങളത് പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാം, എങ്കിൽ പോലും റാൻഡം ആയിട്ട് കയ്യിലൊന്ന് എഴുതിയിടൂ. എന്നിട്ട് ഒരു ദിവസം ക്ലാസ്സിൽ വരുന്നതിന്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇതിലോട്ടൊന്ന് നിങ്ങൾ പോയാലും മതി. അപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ക്വിക്കായിട്ട് മെമ്മറൈസ് ചെയ്യാനും, നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ എനിക്കത് നഷ്ടപ്പെട്ടോ എന്ന് ചിന്തയുള്ളിടത്ത് വീണ്ടും വീണ്ടും കുത്തിയിരുന്ന് ഇത് മുഴുവൻ വായിക്കണം എന്നില്ല. നിങ്ങൾ ഈ കയ്യിൽ എഴുതിയിടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിലുള്ളത്, നിങ്ങളുടെ ചാർട്ടിലുള്ളത്, എനിക്ക് തോന്നുന്നു ചാർട്ടൊക്കെ നന്നായിട്ട് ബയോളജി ഈസ് ബേസിക്കലി അബൌട്ട് മെമ്മറൈസിങ്. നമ്മൾ എങ്ങനെ അത് ഓർത്തിരിക്കുന്നു, അതിനിപ്പോ എന്ത് വഴിയും നിങ്ങൾക്ക് സ്വീകരിക്കാം. ചിലപ്പോൾ ചിലർക്ക് അത് ഷോർട്ട് നോട്ട് ആയിരിക്കും, ചിലർക്ക് അത് വായിച്ച് ഓരോ പാട്ടിന്റെ രൂപത്തിൽ. ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിലൊക്കെ പിള്ളേർ പാട്ടാക്കി കൊണ്ടുവരുമായിരുന്നു, ഓർഡറിലാക്കി പാട്ടാക്കി കൊണ്ടുവരും. കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഓർഡർ, ആനയോൺ കാറ്റയോൺ ഒക്കെ ഓർഡർ വരുന്നുണ്ട്, അതൊക്കെ പാട്ടാക്കി കൊണ്ടുവരുമായിരുന്നു. അതുപോലെ തന്നെ ബയോളജിക്കും. സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ബട്ട് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് മെമ്മറൈസിങ്. നിങ്ങൾ എങ്ങനെ മെമ്മറൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ കാര്യം. നമുക്കിപ്പോൾ ഈ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സുവോളജി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കോഡേറ്റ നോൺ കോഡേറ്റ ഇച്ചിരി ഒന്ന്, എല്ലാവർക്കും അല്ല എങ്കിൽ പോലും അതിലാണ് കുറച്ച് ഈ എക്സാമ്പിൾസ് വരുന്നത്. നമുക്ക് ഓർത്ത് വയ്ക്കാൻ പ്രയാസം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പൊതുവെ ഒരു ഇഷ്ടക്കുറവുള്ളത്. കാരണം ഫിസിയോളജി ഒക്കെ നമുക്ക് ഒന്ന് വായിച്ചാലും നമുക്ക് ആ പ്രോസസ്സ് അറിയാം, അല്ലെങ്കിൽ മെഡിക്കൽ ആസ്പിറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ ഈ ജീവികളെയൊക്കെ ഞാൻ എന്തിനു പഠിക്കണം? പക്ഷെ എല്ലാ ജീവികളെയും പഠിക്കണം, വേറെ വഴിയില്ല. എല്ലാ ഒരു ഉപയോഗവും വരാൻ പോകുന്നില്ല. ഇവൻ MBBS ആണെങ്കിൽ ഇതിനെ കൊണ്ട് ഈ നോൺ കോഡേറ്റ പോലുള്ള സാധനങ്ങളെ കൊണ്ട് ഒരു ഉപയോഗം വരാനില്ല. പക്ഷെ നമ്മൾ പഠിച്ചെങ്കിലേ പറ്റും. നമുക്ക് ആ ഉപയോഗം വരാതിരിക്കണമെങ്കിൽ ഇപ്പൊ അതിനെ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ എക്സാമ്പിൾസ് ഒക്കെ ചാർട്ടുകളാക്കി വെക്കുക, അത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് പ്രത്യേകം തന്നെ ഒന്ന് എഴുതി സൂക്ഷിക്കുക, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വായിച്ചു നോക്കുക. ഒരുമിച്ചിരുന്ന് കുത്തിയിരുന്ന് വായിച്ചില്ലെങ്കിലും പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് കയ്യിൽ കരുതുന്ന ഒരു ചെറിയ സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒന്ന് എഴുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ പേരുകൾ ഒന്ന് ഓർത്തു വെക്കുക. കാരണം പേരുകളാകുമ്പോൾ നമുക്ക് ഇത്രയും, നമ്മൾ ബൾക്ക് കോണ്ടന്റുകളാണ് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ അത് ഇരിക്കത്തില്ല. അത് നിങ്ങൾക്ക് ബുദ്ധി കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് സ്കിൽ താഴെ ആയതുകൊണ്ടോ ഒന്നുമല്ല, എല്ലാ മനുഷ്യനും അങ്ങനെയാണ്. അപ്പൊ അവിടെ നമ്മൾ ഇടുന്ന ഒരു എക്സ്ട്രാ എഫേർട്ട്, ഈ പറയുന്ന പോലെ 2 ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 1 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ കണ്ണൊന്ന് അവിടെ എത്തണം. ആ എത്തുന്ന രീതിയിലേക്ക് ഈ 6 മാസത്തിന്റെ ഇടയ്ക്ക് എവിടെ സമയം എന്ന് ചോദിക്കുന്നതിന് പകരം അതിനൊരു സമയം നിങ്ങൾ കണ്ടെത്തി ഇടയ്ക്കിടയ്ക്കെങ്കിലും. അതിനാണ് ഈ ടെക്സ്റ്റ് മുഴുവൻ വായിച്ച് നമുക്ക് എക്സാമ്പിൾസുകളോ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് മറച്ചു നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതെല്ലാം പ്രത്യേകിച്ച് തന്നെ വെക്കാൻ പറയുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രം എടുത്ത് അതിനകത്ത് വരുന്ന എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഉദാഹരണം തന്നെ ഇപ്പോൾ സിമെട്രി ആണ് പറയുന്നെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങനെ ഓരോന്നും പ്രത്യേകമായിട്ട് ഒരുപക്ഷെ എഴുതി വെച്ചാൽ വളരെ എളുപ്പമായിട്ട് ആ ഒരു ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഓരോ പാഠത്തിനെ എടുത്ത് പറഞ്ഞാൽ ഇപ്പൊ സുവോളജി തുടങ്ങുന്നത് തന്നെ കോഡേറ്റ, നോൺ കോഡേറ്റ, ലിവിംഗ് വേൾഡിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്നിരുന്നാലും സ്റ്റേറ്റ്മെന്റുകൾ കുറെ വരുന്നുണ്ട്. വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെ എടുത്ത് ചോദിക്കുന്നുണ്ട്. കുറേ ഫാക്ടേഴ്സുകൾ പറയുന്നുണ്ട്. പിന്നെ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷനും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് അതാണ് മെയിൻ. ഒരു ആക്ച്വൽ സുവോളജി തുടങ്ങുന്നത് നോൺ കോഡേറ്റയിൽ നിന്നാണ്. നിങ്ങൾ നോൺ കോഡേറ്റ പഠിച്ചാലും കോഡേറ്റ പഠിച്ചാലും നമുക്കത് കാണാൻ പറ്റും. ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്, നമ്മൾ ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഇന്ന ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. എക്സാമ്പിളിൽ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ആദ്യമേ അതിൻ്റെ ഒരു സയന്റിഫിക് നെയിം പറയും, പിന്നെ അതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു കോമൺ നെയിമും കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പം സൈക്കൺ, സ്കൈഫ, യൂസ്പോഞ്ചിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയും. അതിൻ്റെ കൂടെ ഒരു കോമൺ നെയിം കാണും. സോ അത് ഓർത്തിരിക്കാൻ ആരായാലും, ലോകത്ത് ആരായാലും പുതിയതായിട്ടൊരു വാക്ക് കേൾക്കുമ്പോൾ, അത് ഇച്ചിരി കട്ടിയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? അതൊന്ന് എഴുതി വെക്കുക. ആ എക്സാമ്പിൾ, ഇന്ന എക്സാമ്പിൾ ഇതിൽ വരുന്നുണ്ട്, ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെയുള്ള എക്സാമ്പിളുകൾ ഇതിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത്ര പേരുകൾ ഇതിനകത്ത് വന്നു, ഇത്ര എക്സാമ്പിൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കോമൺ നെയിം ഇത്രയൊക്കെയാണ്. അങ്ങനെ എടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് ആ ബേസിക് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓർമ്മയാണ്. പക്ഷേ ഒരാളെ പറ്റി ചോദിക്കുമ്പോൾ, ഒരു എക്സാമ്പിളിനെ പറ്റി ചോദിക്കുമ്പോൾ അത് ഈ ഫയലോ ആണോ ആ ഫയലോ ആണോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് മാറാൻ ഈ എഴുതി വെക്കുന്നത് നിങ്ങളെ സഹായിക്കും. ഇനിയിപ്പോൾ ഫിസിയോളജി പാർട്ടിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിയോളജി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെക്കാനിസം അറിയാമെങ്കിൽ, ഇപ്പോൾ ഹാർട്ട് എങ്ങനെ പമ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെയാണ് അത് തുടക്കം എവിടെയാണ് ഒടുക്കം എന്ന് അറിയാമെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ കണ്ടക്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എവിടെ തുടങ്ങുന്നു, സിസ്റ്റോൾ ജോയിന്റ് ഡയസ്റ്റോളിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് അവസാനം വരെ വരുമ്പോൾ എന്തുകൊണ്ട് ജോയിന്റ് ഡയസ്റ്റോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഏട്രിയൽ
ആർട്ടറിയൽ സിസ്റ്റോൾ വരുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ബ്ലഡ് ഫ്ലോയും കണ്ടക്ടിങ് സിസ്റ്റവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ നമുക്ക് ഫിസിയോളജിയിൽ ഒരുമിച്ച് തന്നെ ആലോചിക്കാം. അപ്പോൾ ഒരു ഫിസിയോളജി ഇപ്പം വർക്കിംഗ് മെക്കാനിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും NCERT റിലേറ്റ് ചെയ്ത് അവിടെ തന്നെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ഓക്കെ ജോയിന്റ് ഡയസ്റ്റോൾ, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, 4 ചേമ്പറിന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ്, അങ്ങനെ നമ്മളൊരു സീരീസ് ഓഫ് ഇവന്റ്സ് ആണ്. ഫിസിയോളജി എപ്പോഴും ഇവന്റ്സ് ആയിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സീരീസ് നിങ്ങളുടെ മനസ്സിൽ ഒരു നദി പോലെ ഇങ്ങനെ ഒഴുകി വരണം. ആ ഒഴുകി വരുന്ന രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അവിടെ എന്ത് സ്റ്റേറ്റ്മെന്റ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ അവിടെയും കുറച്ച് ഈ പറയുന്ന പോലെ ഇപ്പൊ സർക്കുലേഷൻ ഒക്കെ വരുമ്പോൾ ബ്ലഡിന്റെ ഒക്കെ കാര്യം വരുമ്പോൾ ഒരു ഓർത്തിരിക്കാൻ എവിടെ ഉണ്ടാക്കുന്നു, എന്തുണ്ടാക്കുന്നു, എങ്ങനെയാണ്, എന്ത് പേര്, എന്ത് ചെയ്യുന്നു, അവിടെയൊക്കെയാണ് കുറച്ചെങ്കിലും ഒരു ഡിഫിക്കൽറ്റി എന്നല്ല, കമ്പാരിറ്റീവ്ലി ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പഠിക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി ഒരു ഡിഫിക്കൽറ്റി അങ്ങനെയുള്ള പേരുകളിലേക്ക് വരുമ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ നമ്മളൊന്ന് എഴുതി വെച്ച് കോളം പോലെയൊക്കെ പഠിച്ച് ഓരോ സെല്ലും എങ്ങനെയാണ്, എന്താണ്, അങ്ങനെ ഒന്ന് പഠിച്ചു പോയാലും നമുക്ക് ഇതൊന്നും തന്നെ വലിയൊരു ഡിഫിക്കൽറ്റി ഉണ്ടാകും. ഇപ്പൊ ബ്ലഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ബ്ലഡിനെ രണ്ടായിട്ട് തിരിക്കുന്നു, ഫോംഡ് എലമെന്റ്സ്, പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സ്. അപ്പൊ അതിന്റെ ഓരോ പെർസെന്റേജ് വരും. ഫോംഡ് എലമെന്റ്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു, RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഓരോ പെർസെന്റേജ് വരും. ഇപ്പം ഗ്രാനുലോസൈറ്റ്, ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്, അതിന്റെ പെർസെന്റേജ്, അതെന്താണ് അതിന്റെ ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാല്യൂസ് ഒക്കെ എസ്പെഷ്യലി മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് നിങ്ങളൊരു ഓർഡർ ഉണ്ടാക്കി വെക്കുക. ഇത് ഏറ്റവും കൂടുതൽ, രണ്ടാമത് ഇത്, 3 ഇത്, 4 ഇത്, 5 ഇത്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കി വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് റീക്യാപ്പ് ചെയ്യാനും പറ്റും. ആ സെയിം ഓർഡറിൽ, ആ ഒരു അബ്രിവേഷൻ്റെ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് റീക്യാപ്പ് ചെയ്യാൻ പറ്റും. അത് വളരെ ഈസി ആയിരിക്കും. അതെ. പിന്നെ അതുപോലെ തന്നെ ബയോളജിയിൽ ഇപ്പോൾ ഇന്റർ കണക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റീപ്രൊഡക്ഷൻ പഠിക്കുന്നു. റീപ്രൊഡക്ഷനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലുള്ള കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ആ ഹോർമോണുകൾ എങ്ങനെയാണ്, എന്താണെന്ന് നമ്മൾ കുറച്ചുകൂടെ പഠിക്കും. പക്ഷേ അത് പഠിക്കുമ്പോൾ നമുക്ക് മെൻസ്ട്രേഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇപ്പോൾ ഓവുലേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ഫോളിക്കുലർ ഫേസിൽ എന്താ നടക്കുന്നത്, എപ്പോഴാണ് റപ്ചറിങ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ 2 ചാപ്റ്ററും കോറിലേറ്റ് ചെയ്ത്, അപ്പോൾ അത് നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കേണ്ടത് യെസ് ഇതിനെ ഞാൻ കോറിലേറ്റ് ചെയ്യേണ്ടത് ഈ ചാപ്റ്ററുമായിട്ടാണ്. അപ്പോൾ ഇവർക്ക് തമ്മിലാണ് ഒരു നല്ല ബന്ധമുള്ളത്. അത് മനസ്സിലാക്കിയാൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും പെട്ടെന്ന് കണക്ട് ചെയ്ത് ആലോചിക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ കൊളാബറേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അതായത് 2ഓ അതിലധികമോ പാഠങ്ങളിൽ വെച്ച് നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ അപ്പോൾ മാം പറഞ്ഞത് ലൂട്ടനൈസിങ് ഹോർമോൺ LH സർജ് ഉണ്ടാകുമ്പോൾ ഓവുലേഷൻ നടക്കുന്നു. ആ ഒരു സമയത്ത് നമ്മളിത് ഓൾറെഡി അവിടെ പറയുന്നുണ്ട്. ഓക്സിറ്റോക്സിന്റെ കാര്യം പറയുന്നുണ്ട്, ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും കാര്യം പറയുന്നു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിനും വാസോപ്രസിൻ വീണ്ടും എക്സ്ക്രീഷനിൽ വരുന്നുണ്ട്. ADH ഓർ വാസോപ്രസിൻ എക്സ്ക്രീഷനിൽ വരുന്നുണ്ട്. സോ അതെല്ലാം നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ കോറിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ആ പാഠത്തിൽ ഇതുണ്ട്, ഈ പാഠത്തിൽ ഇതുണ്ട്. സോ രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് നോളജ് നമുക്ക് ഒറ്റ നട്ഷലിൽ കിട്ടും. അതായത് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ തന്നെ വീക്ക്ലി എക്സാംസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾ പലരും ഇങ്ങനെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എടുക്കാതെ അല്ലെങ്കിൽ കെമിക്കൽ കോർഡിനേഷൻ ഇല്ലാതെ നമ്മൾ റീപ്രൊഡക്ഷൻ പഠിച്ചിട്ട് പരീക്ഷ എഴുതുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് എൻഡോക്രൈൻ സിസ്റ്റം കയറി വരുമ്പോൾ അയ്യോ ഇത് ഈ ചാപ്റ്ററിൽ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പഠിച്ചില്ല, ഈ ഒരു ആസ്പെക്റ്റിലല്ല ഞാൻ പഠിച്ചത്, ഇങ്ങനെയാണോ എന്ന് നിങ്ങൾ ആലോചിക്കും. പല കുട്ടികളും അങ്ങനെ വന്ന പല ചാപ്റ്റേഴ്സ്, പ്രത്യേകിച്ചും ഇന്റർ കണക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് വരുമ്പോൾ 2 ചാപ്റ്റേഴ്സും പഠിച്ചിട്ടായിരിക്കില്ല നമ്മളിപ്പോൾ ഈ ഒരു വീക്ക്ലി എക്സാം എഴുതുന്നത്. അവിടെ നമുക്ക് ചെറിയൊരു പേടിയും അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചില്ല എന്നൊക്കെ നിങ്ങൾക്കും തോന്നും. അവിടെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരൊറ്റ ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ, അതിനോട് കണക്ട് ചെയ്ത് വരുന്ന മറ്റ് ചാപ്റ്റേഴ്സും കൂടെ പഠിച്ചു കഴിയുമ്പോഴേ നമ്മൾ അതിൽ പക്കയാകുള്ളൂ. അപ്പം നിങ്ങൾ കൊടുക്കേണ്ട ഒരു സമയം, ഒരു ക്ഷമയുണ്ട് അവിടെ നിങ്ങൾ അയ്യോ ഞാൻ തീരെ കുറവാണ് അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം ഈ 2 ചാപ്റ്ററും പഠിച്ചതിന് ശേഷം കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് എവിടെയോ ഒരു മിസ്സിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നീറ്റ് പരീക്ഷ എഴുതുമ്പോൾ ബയോളജി മൊത്തമായിട്ടാണ് എഴുതുന്നത്. അവിടെ ആദ്യമായിട്ട് ഓക്കെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ അല്ലെങ്കിൽ റീപ്രൊഡക്ഷന്റെ 10 ക്വസ്റ്റ്യൻ, ഓക്കെ അത് കഴിഞ്ഞിട്ട് സർക്കുലേഷൻ, അങ്ങനെയല്ല നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ബയോളജി എന്ന് പറയുമ്പോൾ ആസ് എ ഹോൾ ഇറ്റ്സ് സബ്ജക്ട്. അവിടെ നിന്ന് എങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് വന്നാലും നമ്മൾ എഴുതിയേ പറ്റൂ. കാരണം NCERT എന്ന് പറയുന്നത് നമ്മളൊരു കോർ ആയിട്ട് ബോട്ടണി സുവോളജി എന്ന് പറഞ്ഞാൽ പോലും അവിടെയും നമുക്ക് ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ബോട്ടണി എന്നാണോ ഇത് സുവോളജി എന്നാണോ, പ്രത്യേകിച്ചും ജെനറ്റിക്സ്, ബയോടെക്നോളജി അങ്ങനെയൊക്കെയുള്ള കാണാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം ഇപ്പോൾ സുവോളജിയിലായാലും ആനിമലിന്റെ കേസിലായാലും പ്ലാന്റിന്റെ കേസിലായാലും ജെനറ്റിക്സ് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇന്നതാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനുകളും അങ്ങനെയുള്ള ചാപ്റ്റേഴ്സും ഇന്റർ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചതേ ഉള്ളൂ, ഈ ചാപ്റ്റർ പഠിച്ചില്ല എന്ന് ഓർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക്
എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞ് നമ്മൾ തറവായിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. അങ്ങനെ പരീക്ഷയ്ക്ക് പോകുമ്പോഴേക്കും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ തന്നെ ബയോളജി നിങ്ങൾക്ക് 360 ഔട്ട് ഓഫ് 360 തന്നെ വാങ്ങിക്കാൻ പറ്റും. സോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വന്നാൽ ഉറപ്പായിട്ടും ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാവത്തില്ല. നമുക്ക് എത്രയും നമുക്ക് അതിൻ്റെ മാക്സിമം ആ ഒരു ഔട്ട്പുട്ടിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മേഡം പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ ചെറിയ ഷോർട്ട് നോട്ട്സ് എഴുതുക, റിവൈൻഡ് ചെയ്യുക, റീക്യാപ്പ് ചെയ്യുക, വീണ്ടും അവിടെ ഇവിടെയൊക്കെ ഒന്ന് എഴുതി വെച്ച് ഒന്ന് ക്വിക്ക് റീക്യാപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് അത് വന്ന് ഫീഡ് ആയിക്കോളും. അത് ഓട്ടോമാറ്റിക്കാണ്, അത് മെൻ്റൽ പവർ അങ്ങനെയാണ്. സോ ആ ഒരു പവർ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കും, അത് പിന്നെ മനസ്സിൽ നിന്ന് പോകത്തില്ല. സോ ഈ ഒരു ഓർഡറിൽ നിങ്ങളത് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും 100% നല്ലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എപ്പോഴും പറയും പോലെ കേട്ടോ, ഞങ്ങളൊരു കുടുംബം തന്നെ നിങ്ങളുടെ വേർഡ്സിന് വേണ്ടി നിങ്ങളുടെ നന്മയ്ക്കായി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി വിൽ കം വിത്ത് ദ ആൻസേഴ്സ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കൂ, റിലാക്സ്ഡ് ആയിട്ടിരിക്കൂ. ബയോളജി മറക്കണ്ട, 360 out of 360. Brilliant Study Center, India's #1 coaching center for NEET and JEE.